എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയൊരു അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് ഒരുപാട് സംസാരിച്ച കാര്യം തന്നെയാണ്. വീണ്ടും വീണ്ടും പറയാൻ ഒരുപാട് അനുഭവങ്ങളുണ്ടെങ്കിൽ നമ്മൾ വീണ്ടും അത് തന്നെ പറയാനായിട്ട് ആഗ്രഹിക്കുമല്ലോ അല്ലേ? എല്ലാവർക്കും നമ്മുടെ നല്ല അനുഭവങ്ങൾ എല്ലാവരുടെ ജീവിതത്തിൽ ഉണ്ടാവണമെന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാരും കൂടിയാണ് നമ്മളൊക്കെ. നമുക്ക് മാത്രം എല്ലാം കിട്ടിയാൽ പോരാ, എല്ലാവർക്കും നന്നായിരിക്കണം, എല്ലാവരുടെ കാര്യങ്ങളും നല്ലതുപോലെ നടക്കണം, അങ്ങനെയൊക്കെ വിചാരിക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ തീർച്ചയായിട്ടും എനിക്ക് ഈ ഒരു സമയത്ത് പറയാനുള്ളത്, നമ്മുടെ കുട്ടികൾക്ക് എല്ലാ വിധത്തിലുള്ള ഐശ്വര്യങ്ങളും ഉണ്ടാവാനായിട്ട്, എല്ലാ ഭാഗ്യങ്ങളും അവർക്കുണ്ടാവാൻ, ആയുസ്സും ആരോഗ്യവുമുള്ള കുട്ടികളായിട്ട് വളരാൻ, നല്ല ബുദ്ധിയുള്ള കുട്ടികൾ, വിവേകമുള്ള കുട്ടികളൊക്കെ ആയിട്ട് മാറാൻ, നല്ല ജോലി കിട്ടാൻ, നല്ല രീതിയിലുള്ളൊരു ജീവിതം ജീവിക്കാനുള്ള അനുഗ്രഹം കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യേണ്ട ഒരു വളരെ നമുക്ക് ഏറ്റവും എളുപ്പത്തിൽ ചെയ്യാവുന്ന ഒരു കാര്യത്തെക്കുറിച്ച് പറയാനാണ്. വേറെ ഒന്നുമല്ല, മിക്കവാറും പേര് ചെയ്യുന്ന ഒരു കാര്യം കൂടിയായിരിക്കും വ്യാഴാഴ്ച വ്രതം. ഭഗവാൻ വിഷ്ണുവിന് ഏറ്റവും പ്രിയപ്പെട്ട ദിവസമാണ് വ്യാഴാഴ്ച. അപ്പോൾ വ്യാഴാഴ്ച ദിവസങ്ങളിൽ നമ്മൾ ഈ ഒരു വ്രതം എടുക്കുക വഴി നമുക്ക് ഈ പറഞ്ഞ ഒരുപാട് പുണ്യങ്ങളാണ് നമുക്ക് കിട്ടാൻ പോകുന്നത്. നമ്മുടെ സ്വന്തമായാലും നമ്മുടെ മക്കൾക്കായാലും നമ്മുടെ കുടുംബത്തിനായാലും എല്ലാ വിധത്തിലുള്ള നാനാതരത്തിലുള്ള ഐശ്വര്യങ്ങളും ഉണ്ടാവും. നമ്മൾ ഈ ഒരു ജന്മത്തിൽ നമുക്കറിയില്ല നമ്മൾ എന്തെല്ലാം തരത്തിലുള്ള തെറ്റുകൾ ചെയ്തിട്ടുണ്ട് എന്ന് നമുക്കറിയില്ല അല്ലേ? അപ്പോൾ ഭഗവാൻ വിഷ്ണുവിൻ്റെ പാതാരവിന്ദങ്ങളിൽ അഭയം പ്രാപിച്ചുകൊണ്ട് നമ്മൾ ഈ ഒരു ദിവസം ഈ ഒരു വ്രതം നോറ്റ് അദ്ദേഹത്തിൻ്റെ നാമങ്ങൾ ധാരാളമായിട്ട് ജപിക്കുക വഴി നമ്മുടെ ഈ ഒരു നമ്മൾ അറിഞ്ഞോ അറിയാതെയോ ചെയ്ത തെറ്റുകൾക്കെല്ലാം പരിഹാരം കൂടിയാണ്. അതുപോലെ തന്നെ നമുക്ക് ഇന്നത്തെ ഒരു കാലത്തെക്കുറിച്ച് അറിയാം. നമുക്ക് ചുറ്റും നടക്കുന്ന സംഭവങ്ങളൊന്നും തന്നെ നമ്മൾ കണ്ടിട്ടും കേട്ടിട്ടും ഇല്ലാത്ത കാര്യങ്ങളാണ്. പലതരത്തിലുള്ള കാര്യങ്ങളാണ് നമ്മൾ ഈ കാണുന്നത്. നമ്മുടെ ഈ ലോകം അങ്ങനെയായി മാറിക്കൊണ്ടിരിക്കുകയാണ്. കലിയുഗം ആണല്ലോ. പ്രത്യേകിച്ചും നമുക്ക് ഇഷ്ടമില്ലാത്ത, അല്ലെങ്കിൽ നമ്മൾ കേൾക്കാൻ ആഗ്രഹിക്കാത്ത, കാണാൻ ആഗ്രഹിക്കാത്ത പല കാര്യങ്ങളും നമുക്ക് ചുറ്റും നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾക്ക് ഇതിൽ നിന്നൊക്കെ രക്ഷപ്പെടാനായിട്ട്, നമ്മുടെ കുട്ടികൾ മോശമായ രീതികളിലൊന്നും പോവാതിരിക്കാനായിട്ട്, എല്ലാ വിധത്തിലുള്ള സൗഭാഗ്യങ്ങളും ഉണ്ടാവാനായിട്ട് നമ്മൾക്ക് ഈ ഒരു വ്യാഴാഴ്ച വ്രതം നോൽക്കുക വഴി എല്ലാ നന്മകളും അവരിലേക്ക് എത്തിച്ചേർന്നോളും. നമുക്ക് എന്ത് പ്രശ്നങ്ങളുണ്ടാവട്ടെ, ഭഗവാൻ ഗുരുവായൂരപ്പനെ വിളിച്ച് പ്രാർത്ഥിച്ചോളൂ. നമ്മുടെ തൊട്ടടുത്ത് വിഷ്ണു ഭഗവാന്റെ ക്ഷേത്രങ്ങൾ, ശ്രീരാമക്ഷേത്രങ്ങൾ, ശ്രീകൃഷ്ണൻ്റെ ക്ഷേത്രങ്ങൾ, വരാഹമൂർത്തിയുടെ, നരസിംഹമൂർത്തിയുടെ ഒക്കെ ക്ഷേത്രങ്ങൾ അടുത്തുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ഈ ഒരു ദിവസം അവിടെ പോയിട്ട് തൊഴുക. എല്ലാ ഐശ്വര്യങ്ങളും നമുക്കുണ്ടാവും, എല്ലാ നന്മകളും നമ്മുടെ കുട്ടികൾക്കുണ്ടാവും. എല്ലാ വ്രതങ്ങളും നോൽക്കുന്ന പോലെ തന്നെ വ്യാഴാഴ്ച ഉപവാസമായിട്ട് നോൽക്കാൻ കഴിയുകയാണെങ്കിൽ ഏറ്റവും വിശേഷം അതുതന്നെയാണ്. അമ്പലത്തിൽ പോയി വന്നതിൻ്റെ ശേഷം ലഘുവായിട്ടുള്ള ഭക്ഷണം കഴിച്ചിട്ടേ നോൽക്കാൻ പറ്റുള്ളൂ എന്നുള്ള ആൾക്കാരുണ്ടെങ്കിൽ അങ്ങനെ നോൽക്കാം. കാരണം ആരോഗ്യം നോക്കണമല്ലോ. നമ്മുടെ ആരോഗ്യസ്ഥിതി അനുസരിച്ച് മാത്രം മതി എല്ലാ വ്രതങ്ങളും എടുക്കുക. നമ്മളത് ആദ്യം അതിനും കൂടി മുൻഗണന കൊടുക്കണം. നമുക്ക് എല്ലാവർക്കും ഇപ്പോൾ എല്ലാ ഭക്ഷണം കഴിക്കാണ്ട് വ്രതം എടുക്കാനൊന്നും സാധിച്ചു എന്ന് വരില്ല. അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ ആരോഗ്യം അനുവദിക്കുന്ന പോലെയുള്ള വ്രതങ്ങളൊക്കെ നമ്മൾ നോൽക്കുക. മനസ്സിൽ ഭഗവാനെ നല്ലോണം ധ്യാനിക്കുക, ഭഗവാനെ നല്ലോണം പ്രാർത്ഥിക്കുക, നാമങ്ങൾ ധാരാളമായിട്ട് ജപിക്കുക. എത്രയോ നാമങ്ങളെക്കുറിച്ച് നമ്മൾ ഇതിനോടകം പറഞ്ഞു കഴിഞ്ഞു. നമുക്കറിയാവുന്ന എല്ലാ നാമങ്ങളും ജപിക്കുക. ഇനിയിപ്പോൾ ഓരോന്നും കാണാതെ അറിയില്ല, അല്ലെങ്കിൽ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നാരായണനാമം ജപിക്കാൻ നമുക്ക് ഒരു വിഷമവും ഇല്ല. ധാരാളമായിട്ട് നാരായണനാമം ജപിക്കുക. ഇനി ഭഗവാന്റെ വിശേഷ ദിവസം ആയതുകൊണ്ട് പാൽപ്പായസമൊക്കെ വഴിപാട് കഴിക്കാൻ സാധിക്കുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും പാൽപ്പായസം വഴിപാട് കഴിക്കുക അന്നത്തെ ദിവസം. എല്ലാ വ്യാഴാഴ്ചയും പറ്റില്ല എന്നുണ്ടെങ്കിൽ 30 വ്യാഴാഴ്ചയെങ്കിലും വഴിപാടായിട്ട് കഴിക്കുക. അതുപോലെ തന്നെ നമ്മൾ വ്യാഴാഴ്ച നമ്മുടെ വീടുകളിൽ നെയ്വിളക്ക് വയ്ക്കുന്നതും വളരെ വിശേഷമാണ്. എല്ലാ ദിവസവും നമ്മൾ എണ്ണ ഒഴിച്ചിട്ടല്ലേ വിളക്ക് വയ്ക്കാറ്. അപ്പോൾ ആ ഒരു ദിവസം നമുക്ക് നെയ്യ് ഒഴിച്ച് വിളക്ക് വയ്ക്കുന്നത് വളരെ വിശേഷമാണ്. അങ്ങനെ ചെയ്യാൻ സാധിക്കുമെങ്കിൽ വളരെ നല്ലതാണ്. ഭഗവാന് നെയ്വിളക്ക് നമ്മൾ സമർപ്പിച്ച് നെയ്വിളക്ക് ഒഴിച്ച് അന്നത്തെ ദിവസം വിളക്ക് കത്തിക്കുന്നത് വളരെ വിശേഷമാണ്. നമുക്ക് ചെയ്യാൻ സാധിക്കുന്നവർ ചെയ്യുക. എല്ലാവർക്കും സാധിച്ചു എന്ന് വരില്ല. എണ്ണ ഒഴിച്ച് കത്തിച്ചാലും മതി, വിളക്ക് എണ്ണ ഒഴിച്ച് വിളക്ക് കൊളുത്തിയാലും മതി. ഭഗവാനെ നല്ലോണം മനസ്സിൽ വിചാരിച്ച് പ്രാർത്ഥിച്ചാൽ മാത്രം മതി. ഭഗവാൻ അത്രേ വേണ്ടൂ, നമ്മുടെ ആത്മാർത്ഥമായിട്ടുള്ള പ്രാർത്ഥന. ഒരു തുളസിപ്പൂ ഭഗവാന് സമർപ്പിച്ചാലും നമ്മുടെ ആ മനസ്സാണ് ഭഗവാൻ കാണുന്നത് അല്ലേ? വലിയ വലിയ സാധനങ്ങൾ കൊടുക്കാൻ കഴിവില്ലാത്ത ആൾക്കാർ എത്രയോ ആൾക്കാരുണ്ടാവും. അവനവൻ്റെ കയ്യിലുള്ളത് കൊടുത്ത് പ്രാർത്ഥിച്ചാൽ ഭഗവാൻ ആ പ്രാർത്ഥന കേൾക്കും. ഭഗവാനെ കാണാൻ പോകുന്ന ഒരാളും കാണാതെ നിരാശരായിട്ട് തിരിച്ചു പോകുന്ന കാര്യം കേട്ടിട്ടുണ്ടോ? ഇല്ല. എത്ര തിരക്കുണ്ടെങ്കിലും എല്ലാവർക്കും ഭഗവാനെ കാണാനായിട്ട് സാധിക്കും.
അതാണ് ഭഗവാന്റെ ഒരു വിശേഷമായിട്ട് കാണുന്നത്. ഗുരുവായൂർ അമ്പലത്തിൽ എത്ര തിരക്കാണ് ഉണ്ടാവാറ്. എത്ര തിരക്കുണ്ടെങ്കിലും ആ തിരക്ക് ക്യൂ നിൽക്കുന്ന ഓരോ ആൾക്കാർക്കും ഭഗവാനെ കാണാനായിട്ടുള്ള അവസരം ഉണ്ടാവും. അപ്പോൾ അത്രയും ഭഗവാൻ ഭക്തവത്സലനാണ്. നമ്മൾ ആഗ്രഹിച്ച് പ്രാർത്ഥിച്ച നമ്മുടെ വളരെയധികം ആത്മാർത്ഥമായിട്ട് ഭഗവാനോട് പറഞ്ഞാൽ മാത്രം മതി. ഭഗവാനോട് സംസാരിക്കുക അല്ലേ, നമ്മൾ ഭഗവാൻ ഏത് രൂപത്തിലാണോ കാണുന്നത് ആ രൂപത്തിൽ ഭഗവാനോട് സംസാരിച്ചാൽ മതി. നമ്മുടെ വിഷമങ്ങളൊക്കെ ഭഗവാൻ കേട്ടോളും, അതിനൊക്കെ പരിഹാരം ഉണ്ടാക്കി തന്നോളും. അപ്പോൾ എല്ലാ അമ്മമാരാണെങ്കിലും അച്ഛന്മാരാണെങ്കിലും ഇനിയിപ്പോൾ കുട്ടികൾ ഒരുവിധം വ്രതമൊക്കെ നോൽക്കാൻ പാകമുള്ള കുട്ടികളാണെങ്കിൽ അവർക്കും ഈ വ്രതം എടുക്കാം. അവനവൻ്റെ ഐശ്വര്യത്തിനും അവനവൻ്റെ കുടുംബത്തിൻ്റെ ഐശ്വര്യത്തിനൊക്കെ ഏറ്റവും ഉത്തമമായിട്ടുള്ളൊരു വ്രതമാണ് വ്യാഴാഴ്ച വ്രതം. അപ്പോൾ തീർച്ചയായിട്ടും ഭഗവാന്റെ നാമങ്ങൾ ജപിച്ചുകൊണ്ട് എല്ലാ വിധത്തിലുള്ള ഐശ്വര്യങ്ങളും കുടുംബത്തിന് ഉണ്ടാവണേ എന്ന പ്രാർത്ഥനയോട് കൂടിയിട്ട് ഈ വ്രതം എടുക്കുന്ന എല്ലാവർക്കും ഐശ്വര്യം മാത്രമേ ഉണ്ടാവുള്ളൂ. നമ്മൾ 1-2 ദിവസം വ്രതം എടുത്തു എനിക്കത് കിട്ടിയില്ല എന്ന് വിചാരിക്കരുത്. എല്ലാ ആഴ്ചയും എടുത്തോളൂ, മുടങ്ങാതെ എടുത്തോളൂ. എല്ലാ ഐശ്വര്യങ്ങളും നമ്മുടെ കുടുംബത്തിലേക്ക് വന്നോളും. നമ്മളറിയാണ്ട് തന്നെ നമുക്ക് നമ്മുടെ പല ബുദ്ധിമുട്ടുകളും മാറിപ്പോണതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. നമ്മളപ്പോൾ അത് ശ്രദ്ധിക്കില്ല എന്നേ ഉള്ളൂ. പക്ഷേ ഭഗവാൻ നമ്മളെ കരുതലോടെ ചേർത്ത് നിൽക്കുന്നുണ്ട്. അത്രയേറെ നമ്മുടെ ഓരോ നാമത്തിലും നമ്മൾ ഭഗവാനിലേക്ക് കൂടുതൽ അടുക്കുകയാണ്. നമ്മൾ ഓരോ നാമം അധികം ചെല്ലും തോറും ഭഗവാന്റെ അടുത്തേക്ക് നമ്മൾ എത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ തീർച്ചയായിട്ടും ധാരാളം നാമം ജപിച്ച് ഭഗവാനെ പ്രാർത്ഥിച്ച് ഈ ഒരു വ്രതം കൂടി എടുത്തോളൂ. എല്ലാ ഐശ്വര്യങ്ങളും നിങ്ങളുടെ കുട്ടികൾക്കും നിങ്ങളുടെ കുടുംബത്തിനും ഉണ്ടാവും. എല്ലാവിധത്തിലുള്ള നന്മകളും എല്ലാ കുടുംബത്തിലും ഉണ്ടാവട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.